السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. മദീന ആവേശ ഭരിതമാണ്. മുത്തനബിയും സഹാബത്തും ആട്ടിയോടിക്കപ്പെട്ട മക്കയിലേക്ക് തിരിച്ചു പോകാനുള്ള ആരവങ്ങളിലാണ്. വിശുദ്ധ കഅബാലയം ചെന്ന് വലയം ചെയ്യണം, ഉംറകൾ നടത്തണം എന്നെല്ലാം മുത്തുനബി പറഞ്ഞിരിക്കുന്നു. കാട്ടുതീ പോലെ ഈ വാർത്ത പരന്നൊഴുകി. ഖുറൈശികളും ആ വാർത്ത അറിഞ്ഞിരിക്കുന്നു. ഒരു പതികൻ കൊണ്ടുവന്നതാണത്രേ. നിജസ്ഥിതി അറിയണം. അവർ ദൂതനെ അയച്ചു. ആ ദൂതൻ വന്ന് പറഞ്ഞ കഥ ഇങ്ങനെയായിരുന്നു. മുത്തുനബി സ്വഹാബരൊത്ത് മക്ക മണ്ണ് കണ്ടുപോൾ നാഥനോട് ചേർന്ന് അമൽ ചെയ്തു മടങ്ങാൻ. യുദ്ധയോധ പരിച കുന്ന ചിൽച്ചിലക്കമില്ല കഅബ കണ്ടു വലയം ചെയ്തു ശാന്തി പകരാൻ. അലിഫ് നിഫ്സ് പടയതല്ല അല്ല സിരിയിൽ വായും നഫ്സ്. അലിഫ് നിഫ്സ് പടയതല്ല അല്ല സിരിയിൽ വായും നഫ്സ്. ഉംറ കണ്ട് യുദ്ധമിൽ ശഹർ പോന്നതാ ശഹർ പോന്നതാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുൽഖഅദ് മാസത്തിൽ ഇറങ്ങിയിരിക്കുന്നത് ഒരു രക്തച്ചൊരിച്ചിലിന് അവസരം വേണ്ട എന്നൊരുക്കിക്കൊണ്ടാണ്. പ്രവാചകരും 1500ഓളം വരുന്ന സൈന്യാധിപരല്ല, ഉംറയ്ക്ക് വേണ്ടി ഒഴുകിയ മുഅ്മിനീങ്ങളാണ് മുത്തുനബിക്ക് കൂടമുള്ളത്. അവരുടെ വേഷം ഇഹ്റാമിന്റെ വേഷമാണ്. 70 ബലിമൃഗങ്ങളും അവരോട് കൂടെയുണ്ട്. അവരുടെ ലക്ഷ്യം മക്കയാണ്, കഅബയാണ്. കഅബയിൽ ചെന്ന് അല്ലാഹുവിന് ലബ്ബൈക്കകൾ മുഴക്കി വോളം ചുറ്റി തവാഫുകൾ ചെയ്ത് തിരിച്ചു മടങ്ങണം. അതാണ് അവരുടെ ലക്ഷ്യം. എന്നാൽ ഈ വാർത്ത ഖുറൈശികളെ വല്ലാതെ പരിഭ്രാന്തിയിലാക്കി. പ്രവാചകർ ആയുധമില്ലാത്തവരാണ്, പ്രവാചക സവിധം ആയുധമില്ല എന്ന് പറഞ്ഞതുകൊണ്ടാവില്ല അവർ ആയുധമില്ലാതെ നമ്മെ പരാജയപ്പെടുത്തിയത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ആ ധീരരായ ഖുറൈശികൾ എന്തു ചെയ്യും? വികൃതയിൽ അവർ ദാറുന്നദവയിൽ കിഴറി അതീവ ചർച്ചയിലാണ്. എന്തു സംഭവിക്കും? അവരോടുകൂടെ പലരുമുണ്ട്. നമ്മൾ ആട്ടി ഓടിച്ചതല്ലേ അവർ ഇങ്ങനെ ചിന്തിക്കുന്നു. ജന്മനാടാട്ടില്ലേ ധീരൂമർ കൂടിയില്ലേ പൊരുതു അമ്പർ വീരു കാട്ടി ഓടിയടുത്തെങ്കിൽ ഖുറൈശി വീരർ പൊലിഞ്ഞു പോകിൽ തുകർന്നു വീര്യം ഖുറൈശി താളി തുകർന്ന് ഹംറിൽ തല്ല് മുറുക്കിൽ ഓടിക്കൂടുന്നേ. ജഹിലിൻ പുത്രനൊരുങ്ങുന്നേ സൈന്യം വേലി തീർക്കുന്നേ. ജഹിലിൻ പുത്രനൊരുങ്ങുന്നേ സൈന്യം വേലി തീർക്കുന്നേ. ജഹലിന്റെ പുത്രൻ ഇക്രിമയാണ് നേതൃത്വം. 200ഓളം വരുന്ന യുവ നേതാക്കൾ ഇക്രിമക്ക് പിറകിലുണ്ട്. തൊട്ടുചാരെ ഖാലിദ് ഇബ്നു വലീദുണ്ട്. ഓർക്കണം, അവർ ലക്ഷ്യം വെച്ച് മുത്തുനബിയുടെ സവിധത്തിലേക്കാണ്. മുത്തുനബി എവിടെ എത്തുന്നുവോ അവിടെ തടയണം. മക്ക കയറുക അവരുടെ ലക്ഷ്യമാകരുത്. അത് അതിതീക്ഷ്ണമായ ഒരു ഉച്ചചൂടിലായിരുന്നു. അവർ ചെന്നു. അവർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദൂരെ നിന്ന് കണ്ടു. 1500 വല്ലതും വരുന്ന ആ സൈന്യത്തെ കണ്ടപ്പോൾ അവർ സൈന്യമെന്ന് തന്നെ ഉറപ്പിച്ചു. അത്ഭുതത്തോടെ നോക്കി നിൽക്കുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യുദ്ധത്തിനൊരുങ്ങിയതല്ല. അവിടുന്ന് തീരദേശത്തുകൂടെ അഖബയിലെത്തിയിരിക്കുന്നു. മുന്നിൽ മക്കയുണ്ടായിരിക്കെ, മക്കയിൽ കയറാൻ അവസരങ്ങൾ ഉണ്ടായിരിക്കെ പ്രവാചകർ അത് ചെയ്തില്ല. ലക്ഷ്യം, ഉത്തരം മുത്തുനബിക്ക് യുദ്ധമായിരുന്നില്ല എന്നായിരുന്നു. യുദ്ധമോ നബി മുഖമല്ല, രക്തം അർലിൻ പടരില്ല. ബഹസിൻ ബഹറിനോരം ചേർന്ന് അഖബയിൽ കൂടിയിരുപ്പേ, അഖബയിൽ കൂടിയിരുപ്പേ. ധീരത ധീരർ ധീരത ധീരർ രോഷം ദൃഷ്ടി തകർത്ത് സൗമ്യം സവിധം പുലുക്കിൻ വേഷം പൂക്കുന്നേ. സൗമ്യം സവിധം പുലുക്കിൻ വേഷം പൂക്കുന്നേ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അഹ്സനുൽ ഖുലഖ് അവിടെ തെളിഞ്ഞു വരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അക്കയിൽ ഒരുമിച്ച് കൂടി. അഖബ എങ്ങനെയാണ്? അവിടെ വെള്ളത്തിന് ഒട്ടുമേ ലഭ്യതയില്ല. ഖുറൈശികൾ നോക്കുന്നു, കുറച്ചു ദിവസം അവരുടെ തമ്പടിച്ച് തിരിച്ചു പോകും. ഖുറൈശികൾ ആലോചിച്ചു, അത് സാധ്യമല്ല. മുത്തുനബി സവിധത്തിലേക്ക് സ്വഹാബാക്കൾ വന്ന്, പ്രവാചകരെ, ഞങ്ങൾക്ക് വെള്ളമില്ല നബിയെ, ഞങ്ങൾക്ക് വെള്ളമില്ല. കുളിക്കാനും ഉളൂഅ് ചെയ്യാനും അംഗശുദ്ധിക്കും ഒരല്പം വെള്ളം തന്നെങ്കിൽ. മുത്തുനബി അവിടെ തമാനുഷികമായ കഴിവ് കൊണ്ടുവന്നു. ഒരു അമ്പെടുത്ത് തന്റെ സഹയാത്രികരിൽ ഒരാളിൽ നൽകുന്നു. ആ കാണുന്ന കിണർ, അതിലേക്ക് ചെന്നിറങ്ങി ഒന്ന് കുത്തുക, ബാക്കി അള്ളാഹു ഏറ്റെടുക്കും.
വെള്ളം ഉറവ പൊട്ടി. ആ അമാനുഷികമായ കഴിവ് ഖുറൈശികൾ ഏറ്റുവിളിച്ചത് എങ്ങനെയെന്നറിയോ? അവർ പറഞ്ഞു, മായാജാലക്കാരനായ മുഹമ്മദ് അവർക്ക് വെള്ളം കൊടുത്തത്രേ. അപ്പോ മുത്തുനബി തിരിച്ചു പോകാനുള്ള തന്ത്രപ്പാടിലല്ല. പിന്നെ എന്തു ചെയ്യും? അന്വേഷണങ്ങൾക്ക് വേണ്ടി പലരെയും അയച്ചു. അവരെല്ലാം ചെന്നുകൊണ്ട് സങ്കടപ്പെടുത്തുന്ന വാർത്തകൾ പറഞ്ഞു. എങ്ങനെയായിരുന്നു അത്? ആ സമയം ഖുറൈശികളുടെ മനസ്സ് ഇങ്ങനെയായിരുന്നു. ചൊടിയിൽ നബി ചാര ചൊന്ന് മടങ്ങുവാൻ നബിയിൽ ചൊല്ല്, ഖുറൈശി വാളിന്നോര് കണ്ടു പതറേണ്ട, ധീരർ വിരിമാറു തുറന്നി അംഗമൊരുക്കേണ്ട, ധീരർ വിരിമാറു തുറന്നി അംഗമൊരുക്കേണ്ട. ഖുറൈശി കൂട്ടർ പതറി ഹൃത്തിൽ ഖൗഫ് കൂടി, മുത്തിന്റെ ഉത്തരമെന്ത് കേൾക്കുവാൻ പേടി. സവിധം ചേർത്തു മടങ്ങി ദൂതർ ദിശകൾ മങ്ങി, പലരും ഒഴിഞ്ഞു മുങ്ങി, ഖുറൈശി കണ്ണുകൾ മങ്ങി, ഖുറൈശി കണ്ണുകൾ മങ്ങി. ഗോത്രത്തിലെ ഹുദൈൻ ബിൻ വറഖ ആദ്യം ചെന്നു പ്രവാചക സവിധത്തിൽ. മുത്തുനബിയുടെ ആ മുഖകമലം ദർശിക്കെ അദ്ദേഹത്തിന്റെ മനസ്സു മാറി. അദ്ദേഹം ഖുറൈശി സവിധത്തിൽ വന്ന് പറഞ്ഞു, ഓ ഖുറൈശികൾ, നിങ്ങൾ ഈ പ്രവാചകരോടാണോ യുദ്ധം ആഗ്രഹിക്കുന്നത്? അവർ ഇഹ്റാമിന്റെ വേഷയിലാണ്. അവർ വന്ന് തവാഫ് ചെയ്ത് അവരുടെ കർമ്മങ്ങൾ നിർവഹിച്ച് അവർ പോകും എന്ന് തീർച്ച. എന്നാൽ ഇതവർക്ക് അത്ര പിടിച്ചില്ല. അവർ അപഹാസ്യങ്ങൾ പറഞ്ഞു, അവനെയും ശത്രുവാക്കി. പിന്നീടോ അഹാബീസ് നേതാവ് ഹുലൈസിനെയാണ് അയച്ചത്. അദ്ദേഹം ചെന്നു. അവിടെ വരിക്ക് നിർത്തിയ 70 ഒട്ടകങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, അവരുടെ ഉദ്ദേശം കർമ്മം മാത്രമാണ്. ദീൻ നൽകിയ ആ കർമ്മം അത് ചെയ്ത് അവര് തിരിച്ചു പോയിക്കൊള്ളും. എന്തിന് അവരെ നമ്മൾ തടയണം? അതും ഖുറൈശികൾക്ക് അത്ര പിടിച്ചില്ല. ആരാ നേതൃത്വം? ജഹലിന്റെ പുത്രൻ, അബൂജഹലിന്റെ പുത്രൻ ഇക്രിമയാണ്. അതത്ര പിടിച്ചില്ല. അദ്ദേഹത്തിന്റെ രക്തം തിളച്ചു പൊന്തി. ആരടാ അങ്ങനെ പറയുന്നവൻ? നമ്മൾക്ക് പ്രവാചകരെ ഈ യുദ്ധമുഖത്തു നിന്ന് ആട്ടിയോടിച്ച് മക്കയിലേക്ക് കാലുകുത്താൻ തന്നെ അവർ സമ്മതിക്കരുത്. പക്ഷേ അത് സാധ്യമായിരുന്നില്ല. പിന്നീടോ ഉർവ ബിൻ മസ്ഊദ് സഖഫ അദ്ദേഹം ചെന്നു. ആരായിരുന്നു അത്? അദ്ദേഹം നേതാവായിരുന്നു. അവർ ചെന്നുകൊണ്ട് പ്രവാചകരെ തടഞ്ഞു. ഇതുകൊണ്ടൊന്നും വിജയമായില്ല. അവർ അക്കബയുടെ ഉടമ്പടികളിലേക്ക് എത്തി. പിന്നീട് ഈ അക്കബയുടെ ഉടമ്പടിയായിരുന്നു മക്കം ഫതഹിന്റെ വിജയമായിരുന്നത്. അത് നമുക്ക് ഇങ്ങനെ വായിക്കാം. അക്കബയിൽ ചൊന്ന വചനത്തിന്മേൽ നബി വിജയക്കൊടി പാറി, ലക്ഷ്യം സഹാബ ലക്ഷ്യം തേടി ലക്ഷണമൊത്തോരുങ്ങി, ലക്ഷണമൊത്തോരുങ്ങി. കണ്ണിൽ കരട് കരത്തി കാതിൽ ഇരുമ്പൊരുക്കി, ഖുറൈശി മക്ക മുക്കിൻ അഭയം തേടിയൊതുങ്ങി, തേടിയൊതുങ്ങി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഖബയിലുടത്ത ഇടമ്പടികൾ പിന്നീട് മുത്തുനബിക്ക് വളരെ അനുകൂലമാവുകയായിരുന്നു. 100,000-ലധികം വരുന്ന സ്വഹാബത്തിനെയും നയിച്ചുകൊണ്ട് മുത്തുനബി മക്കയിലേക്ക് വന്നു. അവിടെ പ്രവാചകർ വിശുദ്ധ ഇസ്ലാമിന്റെ മാനുഷിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അറഫ പ്രഭാഷണം നടത്തി. ഇന്ന് നമ്മൾ കേൾക്കുമ്പോൾ ഫലസ്തീനിലെ പാവപ്പെട്ട ജനങ്ങൾ വിങ്ങിപ്പൊട്ടുന്നു. ആ വാർത്തകളിലേക്ക് വിശുദ്ധ ഇസ്ലാമിന്റെ മുത്തുനബി പകർന്നു തന്ന ആ അറഫയുടെ ധ്വനികൾ അത് നമ്മൾ ഏറ്റുവെച്ചിരുന്നുവെങ്കിൽ എത്ര സുന്ദരമായിരുന്നു. ഈ ലോകം ഏറ്റെടുത്തിരുന്നുവെങ്കിൽ എത്രയധികം മാനുഷിക മൂല്യമായിരുന്നു അത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ഇക്രിമയടക്കം ശത്രു സൈന്യത്തിൽ നിപുണരായിരുന്നവർക്കൊക്കെ മുത്തുനബി പൊതുമാപ്പ് നൽകി. അവർ മക്കയുടെ മൂലകളിലേക്ക് ഒതുങ്ങിയിരുന്ന അവരെ മുത്തുനബി വിളിച്ചു വരുത്തിയിട്ട് അവർക്കെല്ലാം പൊതുമാപ്പ് പ്രഖ്യാപിച്ചപ്പോഴും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലോ അവിടുത്തെ സ്വഹാബത്തിലോ പ്രതികാരദാഹമുണ്ടായിരുന്നില്ല. അവർ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആജ്ഞകളെ അനുസരിച്ചുകൊണ്ട് വിശുദ്ധ ഇസ്ലാമിൻ്റെ തനതായ ആശയം മുറുകെ പിടിച്ച് ജീവിച്ചു. നമ്മൾക്ക് കാണിച്ചു തന്നു. മക്കും ഫതഹ് അത് ഏറ്റവും ഉണർത്തുപെടുന്ന വാക്കാണ്. നമ്മുടെ വിജയത്തിനെല്ലാം നിദാനം ക്ഷമയും സഹനവും മാനുഷിക മൂല്യവുമാണ് എന്ന് മുത്തുനബി നമ്മെ പഠിപ്പിക്കുന്നു. ആ വഴിയിൽ സഞ്ചരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി വാക്കുകൾക്ക് വിട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതോടുകൂടി ജനറൽ സീറ പാരായണ